കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നിരവധി സർവേകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ സർവേകൾ പുറത്തേക്ക് വന്നതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോക് പോൾ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയിട്ടുള്ള സർവേ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് കേരളത്തിൽ UDF അധികാരത്തിലേക്ക് എത്തും എന്നാണ്. പക്ഷേ അതിന് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഞാനതിലേക്ക് വരാം. അതുപോലെ ബംഗാളിൽ NDA എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ലോക് പോൾ സർവേ നടത്തി ഇത്തരത്തിലുള്ള റിസൾട്ട് പുറത്തുവിടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഏറ്റവും ആദ്യം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അവർ 2021 കേരളത്തിൻ്റെ റിസൾട്ട് അവർ പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ഏറെക്കുറെ ശരിയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ തവണ ബീഹാറിൽ അവർ ഇത്തരത്തിലുള്ളൊരു സർവേ പുറത്തുവിട്ടിരുന്നു. ആ സർവേ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അവർ സർവേ നടത്തിയിട്ട് പറഞ്ഞിരുന്നത് അവിടെ മഹാഗഡ്ബന്ധൻ, അതായത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ലാലു പ്രസാദിൻ്റെ പാർട്ടി, അതായത് തേജസ്വി യാദവും ഒക്കെ ഒരുമിച്ചുള്ള ഒരു ഭരണസഖ്യം അധികാരത്തിലേക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് പരിപൂർണമായിട്ടും തെറ്റിപ്പോയി എന്ന് നമുക്കറിയാം. വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് ബീഹാറിൽ ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. കാരണം ബീഹാറിൽ NDAക്ക് മാത്രം 202 സീറ്റുകൾ കിട്ടിയിരുന്നു. അതുപോലെ BJPക്ക് മഹാഗഡ്ബന്ധന് കേവലം 35 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അതിൽ BJPക്ക് 89ഉം JDUവിന് 85 സീറ്റുകളാണ് കിട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിജയമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സർവേകളൊന്നും പലപ്പോഴും എല്ലായ്പ്പോഴും ശരിയാകണം എന്നുള്ളത് നിർബന്ധമില്ല. ഇപ്പോൾ പല സർവേകളൊക്കെ തന്നെ ചിലതൊക്കെ ശരിയായി വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടുഡേയ്സ് ചാണക്യ എന്ന് പറയുന്ന ഒരു പാർട്ടി അവരെ നടത്തിയിട്ടുള്ള സർവേകളിൽ ആദ്യത്തെ തവണ ഇലക്ഷൻ ചെയ്യുന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ രണ്ടാമത്തെ തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 67 സീറ്റുകളിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും തിരികെയാണ് പറഞ്ഞിരുന്നത്. അത് പക്ഷേ ഇവർ പറഞ്ഞതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ യഥാർത്ഥത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ശരിയായിരുന്നു. പക്ഷേ മറ്റ് സർവേകൾ ശരിയായിട്ടില്ല. കാരണം ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോളിൽ അവർ പറഞ്ഞത് 160 സീറ്റുകൾ ±160 സീറ്റുകൾ കിട്ടാമെന്നാണ്. പക്ഷേ NDAക്ക് കിട്ടിയത് 148 മുതൽ 172 വരെ സീറ്റുകൾ കിട്ടാം, 44% വോട്ടുകൾ കിട്ടാമെന്നാണ് പറഞ്ഞത്. അതുപോലെ മഹാഗഡ്ബന്ധന് അവർ 77 സീറ്റുകൾ കിട്ടാം, അതിൽ 65 മുതൽ 89 വരെ കിട്ടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 202 സീറ്റുകൾ NDAക്കും അതുപോലെ തന്നെ വെറും 35 സീറ്റുകളിലേക്ക് ഈ മഹാഗഡ്ബന്ധനുമൊക്കെ ഒഴിഞ്ഞുപോയി എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ സർവേകൾ പലപ്പോഴും പലതരത്തിൽ നടത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ടുഡേയ്സ് ചാണക്യൊക്കെ കുറച്ചുകൂടി നന്നായി നടത്തുന്ന സർവേകളാണ്. ലോക് പോളും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നടത്തുന്ന സർവേകളാണ്. പക്ഷേ ചില സർവേകളൊക്കെ തന്നെ ഇലക്ഷൻ വാർ റൂമുകളിൽ നിന്ന് കൃത്യമായി പണം കൊടുത്ത് അവർ എന്ത് ചെയ്ത് ഈ പറയുന്ന ടേബിളിലും ചെയറിലും ഇരുന്നിട്ട് നേരെ എഴുതി തരുന്ന സർവേകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല സർവേകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വോട്ട് വൈബിൻ്റെ സർവേ വന്നിരുന്നു. അത് ടെലഫോണിക്കലി എടുത്തിട്ടുള്ള സർവേയാണ്. അതിൽ ആകെ പങ്കെടുത്തത് 1400 പേരാണ്. 1400 പേരിൽ പങ്കെടുത്തത് കൊണ്ടാണ് VD സതീശന് വലിയ മുൻതൂക്കമുണ്ടെന്ന് പറഞ്ഞത്. അതിൽ 300 പേരാണ് VD സതീശന് മുൻതൂക്കമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ഈ സർവേ അതുകൊണ്ട് സർവേകളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ 8 തവണത്തെ ഇലക്ഷനുകൾ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തതാണ്. ഞാൻ ഇന്ത്യയുടെ 2024 ഇലക്ഷനിൽ പ്രശാന്ത് കിഷോറൊക്കെ BJPക്ക് സീറ്റ് കൂടും എന്ന് പറഞ്ഞപ്പോൾ പോലും സീറ്റ് കുറയും എന്ന് ഞാൻ ഏതാണ്ട് 1.5 മാസം മുമ്പേ ക്രൈം ഓൺലൈൻ കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. സർവേയൊക്കെ വളരെ കൃത്യമായി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലും 2 സ്ഥലങ്ങളിൽ ഞാൻ അത്തരത്തിലുള്ള സർവേ നടത്തുകയും അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന എത്രമാത്രമാണെന്ന് പറയും. ഭരണം കിട്ടില്ല ചില കോർപ്പറേഷനുകളിലെന്ന് പറയും. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയും. അത് കറക്റ്റായി വരികയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സർവേകളെ മൊത്തമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ സർവേകൾ എങ്ങനെ നടത്തുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ചുരുക്കം. അതിൽ ചില സർവേകളൊക്കെ തമാശയാണ്. ഇപ്പോൾ മനോരമയുടെ സീ വോട്ടർ സർവേ ഒക്കെ വരുന്നുണ്ട്. അതിൽ ഇടത് സർക്കാർ മാറണമെന്ന് പറയുന്നത് ആദ്യത്തെ തവണ 44 ആയിരുന്നു. പിന്നീട് അത് 40%, ഇപ്പോൾ ഏതാണ്ട് 53% എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഡെയിലി ഉള്ള ഓരോ വീക്കിലുമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ അവർ പ്രധാനമന്ത്രിയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് മോശമാണെന്നാണ് പറയുന്നത് 45.2% പേർ. നല്ലതെന്ന് പറയുന്നത് 28.6% പേരാണ്. ശരാശരി എന്ന് പറയുന്നത് 19.8% പേരാണ്. അഭിപ്രായമില്ല എന്ന് പറയുന്ന 6.4% പേരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ തവണ മനോരമയുടെ സർവേയിൽ മുഹമ്മദ് റിയാസ് തോക്കും, പകരം അവിടെ നിന്നുള്ള സുഹൃത്തായിട്ടുള്ള നിയാസ് ജയിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പല തമാശകളൊക്കെ തന്നെ ആളുകൾ സർവേ എന്നുള്ള രൂപത്തിലൊക്കെ തന്നെ അവതരിപ്പിക്കാറുണ്ട്. അത് സീ വോട്ടർ സർവേ ആണ്. അവരൊക്കെ തന്നെ ഇതുപോലെ ടെലഫോണിലൂടെയാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ സർവേ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ ഈ സർവേ 42,000 പേരാണ് അവരുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾ 42,000 ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയാണ് ആളുകളുടെ അഭിപ്രായം രൂപീകരിക്കാമെന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായി ചെയ്താൽ, അതായത് ഏതൊരു സർവേയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാമ്പിൾ സ്പേസ് ആണ്. ആ സാമ്പിൾ സ്പേസ് വളരെ കൃത്യമല്ലെങ്കിൽ അത് തെറ്റിപ്പോകും. കാരണം നമ്മളൊക്കെ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ പണിയുന്ന പോലെ തെറ്റിപ്പോകും. അത് തെറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
അത്തരത്തിൽ ഈ സാമ്പിൾ സ്പേസ് ഒരു മണ്ഡലത്തിൽ 2,20,000-ഓളം വോട്ടേഴ്സുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് 300 324 പേരുടെയോ കൃത്യമായി സാമ്പിൾ സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സർവേ നടത്താൻ കഴിയും. പക്ഷേ ആ 324 പേരുടെ സാമ്പിൾ സ്പേസ് കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ നമ്മളൊരു 2,000 പേരെങ്കിലും കാണേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സർവേ നടന്നിട്ടുള്ളത് ഫെബ്രുവരി 9-നും 24-നും ഇടയ്ക്കുള്ള ഡേറ്റുകളിലാണ്. അപ്പോൾ ആ സർവേയിൽ അവർ 300 പേരെയാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ആ 300 പേരെ കൃത്യമായി സാമ്പിൾ സ്പേസ് എടുത്താൽ ഏതാണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. ആ റിസൾട്ട് ഏതാണ്ട് അത്തരത്തിൽ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു സർവേ ആണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 81 മുതൽ 86 വരെ സീറ്റുകൾ UDF കിട്ടുമെന്നുള്ളതാണ്. അതായത് 43 മുതൽ 45% വരെ വോട്ടുകൾ UDF കിട്ടാമെന്നുള്ളതാണ്. LDF 51 മുതൽ 59 സീറ്റുകൾ വരെ കിട്ടാം. അതായത് 39 മുതൽ 42% വരെ വോട്ടുകൾ കിട്ടാമെന്ന് പറഞ്ഞാൽ വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ വലിയ കുറവുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, വളരെ നേരിയ ഒരു മാർജിനിൽ മാത്രമാണ് ഇത് നിൽക്കുന്നത്. ഒരു 3-4% വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചുരുക്കം. അതുകൊണ്ട് ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ബാധിക്കാമെന്ന് ചുരുക്കം. കൂടാതെ NDAക്കും അവർ പറയുന്നത് 13 മുതൽ 25% വരെ വോട്ടാണ്. അത് കുറച്ച് കൂടുതലാണ്, 13 മുതൽ 25% വരെ എന്ന് പറയുന്നത്. പക്ഷേ 0 സീറ്റുകൾ കിട്ടാം എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാതെ ഇരിക്കാം. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 2 സീറ്റുകൾ കിട്ടാം എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ സാമ്പിൾ സൈസ് ഞാൻ പറഞ്ഞു നിങ്ങളോട് 42,000 സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. എന്തായാലും വോട്ട് വൈപ്പിനേക്കാളൊക്കെ കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിലവർ പറഞ്ഞിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യം, അത് ഏറെക്കുറെ ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് ഞാനും കൂടി വിചാരിക്കുന്നൊരു കാര്യമാണ്. വടക്കൻ കേരളത്തിൽ IUMLൻ്റെയൊക്കെ ഒരു സ്വാധീനത്തോടു കൂടി UDF വലിയ മുന്നേറ്റം സാധ്യമാകും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മാസം തന്നെ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കളോട് പോലും കോഴിക്കോട് നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരും അത് ഇത്തവണ പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അത് തന്നെയാണ് സർവേയിൽ വന്നിട്ടുള്ളത്. അതിൽ അവർ പറഞ്ഞേക്കുന്നത് വടക്കൻ കേരളത്തിൽ IUMLൻ്റെ സ്വാധീനത്തിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാകും. പക്ഷേ 2 ജില്ലകളിൽ അപ്പോഴും പ്രധാന LDF മുൻകൈ നേടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് കണ്ണൂരും അതുപോലെ പാലക്കാടുമാണ്. കണ്ണൂരും പാലക്കാടും LDF വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ മറ്റൊരു സംഗതി അവർ പറഞ്ഞേക്കുന്നത്, അവർ വടക്കൻ കേരളവും മധ്യ കേരളവും തെക്കൻ കേരളവുമായി വിഭജിച്ചിട്ട് കൃത്യമായിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് എറണാകുളം തൃശ്ശൂരും UDF പിടിക്കുമെന്നുള്ള എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായി UDF നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതേസമയം തെക്കൻ ഭാഗത്തേക്കുള്ള ജില്ലകൾ, അതായത് തൃശ്ശൂർ ഏതാണ്ട് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഭൂരിപക്ഷവും തന്നെ വളരെ കൃത്യമായി LDF നിൽക്കും. പക്ഷെ അത് തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരു UDF നേട്ടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ കൂടാതെ അവർ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി ഏതാണ്ട് BJPയുടെ സ്വാധീനം അവസാനിക്കും എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഒരു റിസൾട്ട് ഏതാണ്ട് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ സർവേകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊക്കെ ഇനി മാറ്റങ്ങൾ വന്നേക്കാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു 2-3% വോട്ടുകളുടെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് പ്രധാനപ്പെട്ട വിഷയമായി മാറാം. അതിൽ ഇവരൊന്നും ഇതേവരെ കണക്കിലെടുക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ മനോരമയിൽ തന്നെ സച്ചിൻ പൈലറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാനത് കംപ്ലീറ്റ് ആയിട്ടും വായിച്ചിട്ടാണ് വന്നത്. ആ സച്ചിൻ പൈലറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. കാരണം അത് ഇതുവരെ ഇവരെ ആരും, ഈ സർവേ നടന്ന ആരും കണക്കിലെടുക്കാത്തൊരു കാര്യമാണ്. അത് 10 കൊല്ലമായി അധികാരമില്ലാതിരിക്കുന്ന ഒരു കോൺഗ്രസിലെ നേതാക്കന്മാർ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം. ആ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം കിട്ടിയപ്പോൾ വന്നേക്കണ പ്രതീക്ഷ ഇത്തവണ എവിടെയെങ്കിലും ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് കിട്ടിയാൽ ഉറപ്പായിട്ടും അങ്ങോട്ട് രക്ഷപ്പെടാം എന്നുള്ളതാണ്. അങ്ങനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി ഉറപ്പായിട്ടും ഈ 5 കൊല്ലം മാത്രമല്ല, അടുത്തൊരു 10 കൊല്ലം കൂടി വെയിറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധ്യത ഉണ്ടാവില്ല, അവശേഷിക്കില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2026 UDF അധികാരത്തിൽ വരുന്നു എന്ന് വിചാരിച്ചാൽ 2031 വരെ UDF ഭരിച്ചാൽ സ്വാഭാവികമായിട്ടും UDF ഭരണം കഴിയുമ്പോഴേക്കും അത് അത്ര മികവുറ്റ ഭരണമോ വീണ്ടും ഒരു തുടർച്ചയോ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത ഉറപ്പായിട്ടും അത്തവണ LDF ആയിരിക്കും. അപ്പോൾ ഇപ്പോഴുള്ള ഒരു വിജയ സാധ്യത ഒരു MLAക്കും അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുന്ന ഒരാൾക്ക് അന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു 75-80 സീറ്റുകളിലേക്ക് UDF ഏതെങ്കിലും MLAമാർ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി സീറ്റ് മോഹികളായിട്ടുള്ള ആളുകളുടെ മുമ്പിലുള്ള ഒരു 10-40 സീറ്റുകളേ ഉണ്ടാവുള്ളൂ. കാരണം
ഒന്നില്ലെങ്കിൽ അവരുടെ ആ സീറ്റുകളിൽ ഇരുന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത്രയും ഗുരുതരമായ മാങ്കൂട്ടമൊക്കെ കാണിച്ച പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സീറ്റ് തന്നെ ഒരു കാരണവശാലും ഒരു MLA ആയി കഴിഞ്ഞാൽ പിന്നെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ കോൺഗ്രസിലോ കോൺഗ്രസിൽ പ്രത്യേകിച്ചും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കോൺഗ്രസ് ആണ് ഒരു 80-90 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു പാർട്ടി. അപ്പോൾ ആ കോൺഗ്രസിൽ ഇല്ലെങ്കിൽ അവരുടെ ഒരു 40-50 MLA ജയിച്ചാൽ പിന്നെ ആകെ വരുന്ന ബാലൻസ് വരുന്ന 30 സീറ്റുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്ന് പറയുന്ന ചിന്തയിൽ നിരവധി നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇത്തവണ സീറ്റിന് വേണ്ടി ആകെ വലിയ പ്രശ്നത്തെ ആയിരിക്കും കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോവുക. എനിക്ക് പലപ്പോഴും VD സതീശനൊക്കെ വന്ന് വിസ്മയങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. കാരണം സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് എത്ര വിസ്മയങ്ങൾ ചാടി BJPയിലേക്ക് പോകും, CPMലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. കാരണം ഇനി വിസ്മയങ്ങൾ ഇല്ലാതിരുന്നാൽ പോലും അകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും മന്ത്രിസ്ഥാനം കിട്ടാൻ ഏതെങ്കിലും ഒരാൾ തോക്കുന്നതാണെന്നൊക്കെ നല്ലതെന്ന് വിചാരിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുതികാൽ വെട്ടുകളും അതുപോലെ തന്നെ അസംതൃപ്തരായ ആളുകളുടെ എണ്ണവും വലിയ പൊട്ടിത്തെറികൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഘട്ടമാണിത്. ഇതിൻ്റെ സൂചന നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ RSPയിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരൊറ്റ സീറ്റിലേക്ക് RSP ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. അവിടെ 20 പേരുള്ള പ്രേമേന്ദ്രൻ്റെ മകനെ മത്സരിപ്പിക്കണമെന്ന് വിചാരിച്ചു. അത് മത്സരിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. വേറൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞാൽ. ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം RSP പോലൊരു പാർട്ടിയിലുണ്ടായിട്ടുള്ള അടി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും 10 കൊല്ലമായ അധികാരമില്ലാത്ത, ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇതിനെങ്ങനെയൊക്കെ സോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് ഈ 3%, 4% വോട്ടിൻ്റെ അഡ്വാൻറ്റേജിൽ നിൽക്കുന്ന കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ കൃത്യമായി നേരിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ LDFിൻ്റെ MLA തന്നെ ഒരു പൊതുസമ്മതിയുണ്ട്, ഒരു ജനസമ്മതിയുണ്ട്. അതിൻ്റെ പുറത്ത് അവർ ഉറപ്പായും ജയിച്ച് കയറും. അങ്ങനെ ജയിച്ച് കയറുമ്പോൾ LDFിൻ്റെ പ്രതീക്ഷ ഒരു 10-15 സീറ്റുകളിലേക്ക് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിയുമ്പോൾ ആരായിരിക്കും എന്നുള്ളതിൻ്റെ പുറത്ത്, കുറച്ചുകൂടി ബെറ്റർ സ്ഥാനാർത്ഥി ഞങ്ങളുടേതായിരിക്കും എന്നുള്ളതിൻ്റെ പുറത്ത് ജയിച്ച് കയറാൻ കഴിയുമെന്നാണ്. അത്തരത്തിൽ കുറേ കൂടി കൃത്യമായ ഇത്തരത്തിലുള്ള ഒരു സർവേ ഫലം പുറത്തു വരണമെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി അന്തിമമായി പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് വരുന്നതിനെ ഒന്നും നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കുകയോ വയ്യ.